കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുധീഷും രൂപേഷും ഹരീഷും എല്ലാവരും കൂടെ ചേർത്ത് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ സുഭാഷിനെ ആ വീട്ടിൽ നിന്നും കല്യാണത്തിന് ശേഷം വേറൊരു വീടെടുത്ത് താമസിക്കട്ടെ എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട്. രൂപേഷിനാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, സുഭാഷ് ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ, അത് മാത്രമേ അവരാലോചിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഭാസ്കരന് നന്നായിട്ട് വിഷമമുണ്ട്. ഭാസ്കരൻ പക്ഷെ ഒന്നും പറയുന്നില്ല, എല്ലാവരും പോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനൊരു ഡീൽ അവർ വെച്ച കാര്യം സുഭാഷിന് അറിയത്തില്ല. സുഭാഷ് വിചാരിക്കുന്നത് അവർ വീണ്ടും ആ ആലോചനയായിട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ സുഭാഷ് വിചാരിക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയാണെങ്കിൽ സുഭാഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സുഭാഷ് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ സുഭാഷ് സംസാരിക്കുന്നുണ്ടോയെന്ന്. അപ്പം ആ പെൺകുട്ടി പറയാണ്, എന്നെ ആദ്യം പെണ്ണ് കാണാൻ വന്ന അപ്പം എന്നെ പരിപ്പ് വട ഉണ്ടാക്കാൻ പഠിപ്പിച്ച ആ കാര്യമായിരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ ആദ്യം ഓർക്കുന്നതെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ഇന്നസെൻസാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ആ പെൺകുട്ടി പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, ഞാൻ അപ്പോഴങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അതാ പറഞ്ഞ, നിങ്ങളുടെ ആ ഇന്നസെൻസാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണ്. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടോ സുഭാഷ് ഏട്ടനെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്കല്ലേ എന്നെ ഇഷ്ടപ്പെടാതിരുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം എന്തോ പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയാണ്, ഇപ്പോൾ വീണ്ടും എല്ലാവർക്കും ഈ വിവാഹവുമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് സുഭാഷ് ഏട്ടൻ്റെ അനിയനും വൈഫും കൂടെ വന്ന് സംസാരിച്ചു. അപ്പം അവർക്കും എല്ലാത്തിനും യോജിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് എത്തണമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് ആ പെൺകുട്ടി പറയുകയാണ്. അപ്പം ഇവരിങ്ങനെ സംസാരിക്കുന്ന കാര്യം നിധിയും ഹരീഷും രൂപേഷും എല്ലാവരും ഒളിഞ്ഞിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം സുഭാഷ് നന്നായിട്ട് ചിരിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാകുന്നുണ്ട്. അപ്പം സുധീഷാണെങ്കിൽ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് പറയാണ്, കണ്ടോ സുഭാഷ് ഏട്ടന് ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്ന പോലെ നിങ്ങൾക്കും തോന്നില്ലേ? പതുക്കെ ഈ ജീവിതത്തോട് സുഭാഷ് ഏട്ടൻ പൊരുത്തപ്പെട്ടോളും. നമ്മളാണെങ്കിൽ അതിനൊരു തടസ്സമായിട്ട് നിൽക്കല്. നമ്മൾ കാരണം സുഭാഷ് ഏട്ടൻ്റെ ജീവിതം പോയെന്ന് പിന്നെ ഒരിക്കലും സുഭാഷ് ഏട്ടന് തോന്നുകയും ചെയ്യല്, നമുക്കും അങ്ങനെ തോന്നല്. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി വേദന സഹിച്ചാലും വേണ്ടിയില്ല, സുഭാഷ് ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് സുധീഷാണെങ്കിൽ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷിന് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഹരീഷ് രൂപേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, നമ്മൾ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി, എന്തായാലും നമുക്ക് വിഷമമൊന്നുമില്ല, സുഭാഷ് ഏട്ടൻ ഈ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ട എന്ന് ഹരീഷ് പറയുകയാണ്. അങ്ങനെ ഉച്ച കഴിയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും സുഭാഷിനെ ഈ വീട്ടിലേക്ക് വരുമെന്ന് ബ്രോക്കറും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭാസ്കരനാണെങ്കിൽ ഇവരുടെ ഈ ഒരു ഡിമാൻഡിന് വലിയ താല്പര്യമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും സുഭാഷിനോട് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന കാര്യം ഭാസ്കരന് ചിന്തിക്കാൻ പോലും വയ്യ. അങ്ങനെ രാവിലെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്ന ഭാസ്കരനോട് നിധി വന്നിട്ട് പറയണം, അച്ഛാ ഇന്ന് സുഭാഷ് ഏട്ടൻ പോയൊക്കെയാണ് കണ്ട പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഉച്ച കഴിഞ്ഞ് കുറച്ച് പേര് വരും, അച്ഛനിവിടെ കാണണം എന്ന് പറയണം. അപ്പോൾ സങ്കടത്തോടെ ഭാസ്കരൻ നിധിയെ നോക്കുകയാണ്. എന്താ അച്ഛാ, അച്ഛൻ കാണത്തില്ല? ഞാനെങ്ങുമില്ല, നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചോ, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അതെന്താ? ഹേയ് ഒന്നുമില്ല, ഞാനാണെങ്കിൽ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, അതാ മോളെ, അല്ലാതെ എനിക്ക് ഈ വിവാഹത്തിനോട് എതിർപ്പുണ്ടായിരുന്നൊന്നുമല്ല, അച്ഛനിവിടെ കാണണം എന്ന് നിധി പറയുകയാണ്. അതുകൊണ്ടൊന്നുമല്ല മോളെ, ഞാൻ ഈ കല്യാണത്തിന് എതിർപ്പൊന്നുമല്ല, എന്നാലും ചിലപ്പോൾ ഞാൻ കാണത്തില്ല എന്ന് ഭാസ്കരൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. ഭാസ്കരൻ്റെ മനസ്സിലെ സങ്കടം നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന കാര്യം ഭാസ്കരന് ചിന്തിക്കാൻ പോലും വയ്യ. അത് താങ്ങാനും ഭാസ്കരന് പറ്റത്തില്ല. അത് നന്നായിട്ട് നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആരോടും അത് ഭാസ്കരൻ കാണിക്കുന്നില്ല. അങ്ങനെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം എത്തുകയാണ്. അപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും അവരെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ ബ്രോക്കറും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്, എല്ലാവരെയും വിളിച്ച് ഇരുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഭാഷാണെങ്കിൽ ചായയൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമത്തോടെ രൂപേഷ് നിൽക്കുകയാണ്. അപ്പം പെണ്ണിൻ്റെ അച്ഛൻ പറയാണ്, നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ഡിമാൻഡും നിങ്ങളെ അംഗീകരിച്ച സ്ഥിതിക്ക് ഈ വിവാഹവുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒന്നും മനസ്സിലായ സുഭാഷ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അന്ന് വന്ന് സുഭാഷിൻ്റെ അനിയനും ഭാര്യയും കൂടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. അപ്പം നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി നിശ്ചയവും കല്യാണമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഞങ്ങൾക്ക് ഇനിയൊരു താമസവും വേണ്ട കാര്യമില്ല, ഇനി ചിന്തിക്കാനും ഇല്ല, എത്രയും പെട്ടെന്ന് വിവാഹം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രൂപേഷിൻ്റെ ആകപ്പാടെ തകർന്ന അവസ്ഥയിലാണ്. രൂപേഷ് പെട്ടെന്ന് ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞ്
സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. സുഭാഷിനാണെങ്കിൽ ഒന്നും മനസ്സിലില്ല. സുഭാഷാണെങ്കിൽ പെട്ടെന്ന് രൂപേഷിനെ പിടിച്ചു വെക്കുക. എന്താ നീ കരയുന്നത്? എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും കരയാണ്. പറ, കാര്യം എന്താണെന്ന് പറ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഹരീഷും സുധീഷും നിധിയും എല്ലാം ഇങ്ങനെ വല്ലാതാവുകയാണ്. ഹരീഷും സുധീഷും ഇപ്പം കരയുന്നുള്ള അവസ്ഥയിൽ അവർ നിൽക്കുന്നതാണ്. സുഭാഷാണെങ്കിൽ കാര്യം എന്താണെന്നറിയാതെ ഭയങ്കര സങ്കടം. എന്താ കാര്യം പറയാമെന്നും പറഞ്ഞ് രൂപേഷിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ആകപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നിധിയും.